പണക്കാരിയാ, രാത്രിയിൽ ഇറങ്ങിയായിരുന്ന അസുഖക്കാരിയാ. അവളൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല. നീ വാ. ഞാനാ ഈ പച്ചൻ. മുതലാളി ചത്തില്ലേ? വെടി പൊട്ടിയല്ലോ. പൊട്ടി ഇല്ല പാർത്ത. ഇത്തവണ ഓമാര് ഗോപി വരച്ചു. വാ നമുക്ക് രക്ഷപ്പെടാം. അവന്മാര് പരിസരത്ത് എവിടെയോ ഉണ്ട്. ഉണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. മുതലാളി എങ്ങാടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ? അതാ എന്റെ സേഫ്റ്റിക്ക് നല്ലത്. എടാ നിന്റെ സേഫ്റ്റിക്കാണോടാ ഞാൻ നിനക്ക് ശമ്പളം തന്നു നിന്നെ ഡ്രൈവറായിട്ടും തോട്ടക്കാരനായിട്ടും ഗൂർക്കായിട്ടും ആ പൗപ്പ കോപ്പായിട്ടും വെച്ചിരിക്കുന്നത്. കോപ്പ വാടാ വന്നെ രക്ഷപ്പെടുത്തടാ. അപ്പൊ വരാം. പക്ഷെ എന്റെ ഭാര്യ കൊച്ചമ്മയുടെ കാര്യം ആര് നോക്കും? അവളെ ഞാൻ നോക്കും. അല്ല അല്ലെങ്കിൽ അവളെ ആര് നോക്കും? എപ്പോഴും മുടിഞ്ഞ നടപ്പല്ലേ, അതും അർദ്ധരാത്രിയിൽ. ഇത് നല്ല നടപ്പായിരുന്നേ അവൾ എന്നേ രക്ഷപ്പെട്ടേനെ. സെന്റിമെന്റ്സ് കട്ടിയാടാ തെണ്ടി. വേഗം എന്നെ രക്ഷപ്പെടുത്തടാ. ഇങ്ങോട്ട് വയ്യോ. വഴി തീർന്നോ? നെഞ്ച് കലങ്ങി. എവളോ ഇവൻ എവിടെ പോയി? പെണ്ണുപിള്ളെ കണ്ടിട്ടില്ലടാ. വാടാ വേഗം പോയി ഗേറ്റ് തുറക്കടാ. നിന്റെ വണ്ടി പോട്ടെ. വാടാ. അവൻ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. വിടരുന്നവരെ. വിട്ടു വിട്ടു. ഏതാടാ ഈ പ്രാന്തൻ? പാതിരാത്രി അടിച്ചു പൂപ്പിറ്റായി വണ്ടി ഇടിച്ചു കേട്ടാ നിനക്ക് വേറെ ഒരിടം കണ്ടില്ലേടാ. ഇടിക്കണ്ട, ഞാൻ ഊരിത്തരാം. എന്താ ഇതൊക്കെ ചെയ്തത്? ഇപ്പൊ നിങ്ങൾ ഐസ്ക്രീം പള്ളിക്കുടി കേറി ഇറങ്ങിപ്പോയ ടാറ്റ എസ്റ്റേറ്റുള്ള ഈ പച്ച പരിപാടിയാണെന്ന് ചെയ്തത്. ഏത് ഈ പച്ച മുതലാളി? അതിനകത്തിരിപ്പുണ്ട് ഈ ആന്റി എക്സ്പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ഈ പച്ച മുതലാളി. സിംലയിലെത്തിയോ മുതലാളി? മുതലാളി എടാ, ഇനി മേലും കീഴും നോക്കാനില്ല. നമ്മൾ രക്ഷപ്പെട്ടാ. മുതലാളി, മുതലാളി സോറി.
ഞാൻ അല്പം ഡിസ്റ്റർബ്ഡ് ആണ്, നാളെ സംസാരിക്കാം. അത് മനസ്സിലായി. മുതലാളിയും തൊഴിലാളിയും കൂടെ അടിച്ച് പൂസായി ഇടിച്ച് നിരപ്പാക്കിയത് ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പാ. No. സർക്കാർ ഓഫീസുകളുടെ തിണ്ണ തോറും ഇറങ്ങി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം അതല്ല ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തകർത്തില്ലേ? You just, ബാഡിൽ 56 കേസ്, പിസ്റ്റ 86 കേസ്, ചോക്കോബാർ 98 കേസ്. വണ്ടി ഇടിച്ചതിന് വേറെ കേസ്. മിണ്ടാതിരിടാ. Proceed. പിന്നെ എന്റെ ജീവന്റെ കമ്പ്യൂട്ടറും അതും മുതലാളി ഇടിച്ച് തകർത്തു. ഓഹോ, അതെത്ര കേസ്? കമ്പ്യൂട്ടർ ഐസ്ക്രീം ഉണ്ടോ? ഊതല്ലേ ആ. ഇതിനെല്ലാം നഷ്ടപരിഹാരം തരാതെ മുതലാളിയും തൊഴിലാളിയും ഒന്നും പോകുന്ന പ്രശ്നമില്ല. തന്നെ നഷ്ടപരിഹാരം എരപ്പാളി ഐസ്ക്രീമുകളെ, നിന്റെ ഒക്കെ പിസ്തയും ക്ലമണ്ടവുമേ പോയുള്ളൂ. എന്റെ കാർ ബ്രാൻഡമാണ് പോവാൻ പോയത്. എടാ, ചൂല് കണ്ട പാറ്റയെ പോലെ നെട്ടോട്ട ഓടിയ ഞാൻ ജീവൻ രക്ഷിക്കാനുള്ള ആക്രാന്തത്തിലാടാ നിന്റെ ഒക്കെ പിസ്തക്കകത്ത് ഇടിച്ചു കയറ്റിയത്. നഷ്ടപരിഹാരം വേണമെങ്കിൽ നീ അവന്മാരോട് പോയി ചോദിക്ക്. ആരോട്? എന്നെ കൊല്ലാൻ വന്ന മുഖമൂടികളോട്. ഡ്രൈവർ നല്ല ടേസ്റ്റ് വണ്ടി. ആദ്യം കാശ് എടുക്ക്, എന്നിട്ട് വണ്ടി എടുക്കാം. ചോദിക്കുമ്പോ കാശ് തരാൻ ഈ പച്ച മുതലാളി ആരാ? നിന്റെ ഒക്കെ തന്ത. യുവന്മാർക്ക് അങ്ങനെ ഒരു തരില്ലടാ. അവൻ എന്താ എന്നെ റാസ്കൽ. ഞാൻ ആരാന്ന് എന്റെ വിചാരം? റാസ്കൽ. ഓടി വരണേ, ഓടി വരണേ. അയ്യോ. ആരടാ നട്ടപ്പാതിരാക്ക് നടുറോടി കിടന്ന് അടി ഉണ്ടാക്കുന്നത്? മുതലാളിയോ? ഇത് മൂന്നാമത്തെ അറ്റാക്കാണ്. മുതലാളി, ഹാർട്ട് അറ്റാക്ക് വരുമ്പോ എത്ര തറയാണെങ്കിലും ആ തറയെ തന്നെ കിടക്കണമെന്ന് അറിയാൻ പാടില്ല മുതലാളി. സോമ, മെഡിക്കൽ കോളേജിലേക്ക് മെസ്സേജ് കൊടുക്ക്. തലേന്ന് കഴിഞ്ഞെടുക്കണം. ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, കൊലപാതക ശ്രമം. അറ്റാക്ക്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ആരാ? പ്ലാസ്റ്റിക് കവറിട്ട കരിങ്കൊരങ്ങനെ പോലെ തോന്നിക്കുന്ന രണ്ടുപേര്. അതെന്താ, ആരെങ്കിലും പാക്ക് ചെയ്ത് കൊല്ലാൻ അയച്ചതാണോ? പാക്കേജ് സ്കീമല്ല, എന്റെ ജീവൻ രക്ഷിക്കാൻ പെട്ട പാട് എനിക്ക് അറിയാവും. അതിന് ഞാൻ യവന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ഈ പച്ച മുതലാളിയോട് നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി നീയൊക്കെ വളർന്നു അല്ലടാ? ആരാ നീ? അയ്യോ, ആരാ നീ? മോനായി. നിനക്ക് മോനായെങ്കിൽ എനിക്ക് മോളായടാ. പേര് പറടാ. പുല്ലേ. മോനായി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഈ പച്ച മുതലാളി ആരെങ്കിലും ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞോ ഇടിച്ച് മൂന്നിന്റെ ഷേപ്പ് മാറ്റിക്കളെ ഞാൻ. കേട്ടല്ലോ, ഇനി നഷ്ടം പറഞ്ഞ എന്റെ മുമ്പിൽ വന്ന 3 എണ്ണത്തിനെ ഞാൻ വെച്ചേക്കില്ല. കേട്ടല്ലോ, ഒന്നോർത്തോ, 24 മണിക്കൂറിനകം മുതലാളിയുടെ കൊലയാളിയം കൊണ്ട് ഞാൻ അല്ല സാർ, അതിന് മുതലാളിയെ കൊന്നില്ലല്ലോ. നാക്കല്ലേ, മുതലാളിയുടെ പ്രതിശ്രുത കൊലയാളിയം കൊണ്ട് ഈ മാത്യു വാശിപ്പറമ്പൻ ഇനി മുതലാളിയുടെ കൺമുമ്പിൽ വരൂ. അതെന്റെ ഒരു വാശിയാ. ഇത് സത്യം, സത്യം, സത്യം. അതുവരെ എനിക്ക് റെസ്റ്റ് ഇല്ല. സോറി മുതലാളി, പൊയ്ക്കോ. കേട്ടല്ലോ, റെസ്റ്റ് ഇല്ല. ഒന്നോർത്തോ, ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് 3 പേർക്ക് ഓർക്കുള്ളൂ. ഇത് 4 തരം. അന്തിക്രിസ്തുവിന്റെ നാളുകളിൽ സാത്താന്മാർ പള്ളിമണികൾക്ക് ഇടയിലൂടെ ആക്രമിക്കാൻ എത്തുമെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുള്ളതും അച്ഛൻ മറക്കണ്ട. അതൊക്കെ വലിയവരെ കുറിച്ച് എഴുതിയിട്ടില്ല മക്കളെ. എന്തിനാ അങ്ങോട്ട് കെട്ടിയിട്ടേ? എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ വരുന്നെങ്കിൽ അതിന് കൂട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ അച്ഛോ, അത് അച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ബുള്ളറ്റ് അച്ഛോ, ഞങ്ങൾ എങ്ങനെ? സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? എന്താണ് കാര്യം എന്ന് തുറന്നു പറയൂ മക്കളെ. ഞങ്ങളുടെ ഐസ്ക്രീം പാർലറും കമ്പ്യൂട്ടറും ഒക്കെ ഇടിച്ച് തകർത്തു. ഫുൾ തണ്ണിയിലായിരുന്നു ഈപ്പച്ചൻ. ഏത് ഈച്ചപ്പൻ? ഈച്ചപ്പൻ അല്ലച്ചോ, എക്സ്പോർട്സിലെ ഈപ്പച്ചൻ. ഈപ്പച്ചനോ? അത് കർത്താവിനോട് പറയാള് കർത്താവിനോട് പറയാ, പോലീസിനോട് പറയാള് പോലീസിനോട് പറയാ. അച്ഛൻ പോലീസ് അല്ല മക്കളെ, ചെല്ലേ. പോലീസിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അച്ഛോ. അച്ഛനാണ് ഞങ്ങളുടെ പോലീസ്. അച്ഛൻ ഞങ്ങളുടെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി തരണം. ആക്കി തരാം, നിർത്ത്. കഴുതകളെ, മിണ്ടിപ്പോരുത്. കൊല്ലി ഞാൻ. നിന്നെയൊക്കെ കൊല്ലാൻ വിട്ട എന്ന് വേണം പറയാൻ. ഏത് തെണ്ടിച്ചെറുക്കനും ഒരു കാറ്റപ്പെട്ട് വാങ്ങി കൊടുത്താൽ കല്ല് വെച്ചൊരു മാങ്ങയെങ്കിലും അടിച്ച് താഴെയിടും. ഇത് തോക്കുണ്ടെങ്കിൽ തന്നെ വെടിവെക്കാൻ പേടി, വെടിവെച്ചാൽ തന്നെ കൊള്ളിക്കാൻ മടി. എന്തിന്? തോക്ക് മടിയിൽ നെടുക്കാൻ തന്നെ മടി. ഒരു ചാൻസ് കൂടി തരണം തമ്പി സാർ. ഓ, ഇനി എന്റെ കാശ് പിടിപ്പിക്കാനായിരിക്കും. ഇനി പ്രൊഫഷണൽ കില്ലിംഗ് ഒന്നും വേണ്ട, സാധാ കില്ലിംഗ് മതി. ഒന്നുമില്ലായിരുന്ന ഈ തമ്പിയെ പിടിച്ച് സ്പോർട്സിന്റെ പാർട്ട്ണറാക്കി ഈ നിലയിൽ എത്തിച്ചത് ഈ പച്ചനാണെന്നുള്ള കാര്യം സത്യ. പക്ഷേ കുറച്ചു നാളായി ഞാൻ പേരിന് വെറും ഒരു പാർട്ട്ണറാ. കമ്പനിയുടെ ലാഭം വീതിക്കുമ്പോ കരുണ തോന്നി എന്തെങ്കിലും തന്നെങ്കിലായി, ഇല്ലെങ്കിലില്ല.
ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ചിലപ്പോ എന്റെ പാർട്ണർഷിപ്പ് സ്ഥാനം തന്നെ തെറിക്കും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പച്ചനെ തട്ടണം. അതെങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. തമ്പിച്ചായ, തമ്പിച്ചായ, പോയി അകത്തെ കാഞ്ച തൊളിച്ചിരിക്ക്. ഒന്നും തട്ടി മുട്ടി താഴെ എഴുതരുത്. പാമ്പിന്റെ ചെവി അവക്ക്. പാമ്പിന് ചെവിയുണ്ടോ? ഒന്ന് പോടാ. തമ്പിച്ചായ, തമ്പിച്ചായ, എന്താ ഇത്? എന്ത്? ഈപ്പച്ച മുതലാളിയെ ആരാ എപ്പോഴും ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നേ? ഏ? എനിക്കാകെ പേടിയാന്നോ. തമ്പിച്ചായൻ ഈപ്പച്ചന്റെ പാർട്ട്ണർ അല്ലേ? ആ നിലയ്ക്ക് ഇവിടെ ആരെങ്കിലും വന്നാലോ? ദൈവാധീനം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കും. എന്നെ ആര് കൊല്ലാൻ? എന്തിന് കൊല്ലണം? എന്നാലും ഒരെന്നാലും ഇല്ല. നോക്കിയേ, വലിയ വലിയ ബിസിനസ്സുകാരാകുമ്പോ ശത്രുക്കൾ ഉണ്ടാവുന്ന സ്വാഭാവികമല്ലേ? ഈ ടാറ്റായും ബെർലായും ഒക്കെ ആരായിരുന്നു? വലിയ വലിയ ബിസിനസ്സുകാരും കോടീശ്വരന്മാരുമായിരുന്നില്ലേ? എന്ന് വെച്ച് അവർക്കൊക്കെ ഇങ്ങനെ വല്ലത് സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സ്മാൾ ബ്രെയിൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതല്ലെന്നേ. പിന്നെ? അതെ, ആ ബീച്ച് ഹൗസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? ഓ, അതാണോ കാര്യം? ഗേളിയുടെ മോഹം ഞാൻ സാധിച്ചു തരാതിരിക്കുവോ? ഗേളിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹമല്ലേ? അപ്പോ നമ്മുടെ ഈ ആഗ്രഹം എപ്പോഴാ സാധിക്കുന്നേ? കൂടിയാൽ ഒരാഴ്ച. അതിനു മുമ്പ് എല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട്.